ഷീറ്റ് അടിക്കുന്ന കമ്പനിക്കാരന്റെ ഓഫറാണ്. അത്രയും ഗ്യാരണ്ടി ഒരു WPCക്ക് പറയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പണിയാൻ പാടില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഞാനിന്ന് മൂവാറ്റുപുഴ കീച്ചേരിപ്പടിയിലാണുള്ളത്. അതായത് നമ്മുടെ വീട്ടിലേക്ക് ഒരു ഡ്രസ്സിംഗ് ടേബിൾ വാങ്ങിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പൊ അതെ, നിങ്ങളും വന്ന് ഞാൻ കാണിച്ചു തരാം. അതേക്കാ, നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ വേണമായിരുന്നു. അടിപൊളി WPC ഇതാണോ സംഭവം? ഇതെന്താ എന്ത് സംഭവം? WPC മൾട്ടിവുഡും WPC. മൾട്ടിവുഡ് കുറവായിരിക്കും, WPC ആയിരിക്കും അധികം. ഇത് നിങ്ങളിവിടെ മേടിച്ചു വെക്കുകയാണോ ഉണ്ടാക്കണത്? അല്ല, ഞങ്ങളിവിടെ ഉണ്ടാക്കണതാ. UP പണിക്കാരുണ്ടാക്കണതാ, നമ്മ ഉണ്ടാക്കണതാ. നിങ്ങളിവിടെ നിർമ്മിക്കണതാണോ സ്വന്തമായിട്ട്? സ്വന്തമായിട്ട് നിർമ്മിക്കണം. അപ്പൊ ഇതൊക്കെ ഏകദേശം ഫർണിച്ചർ കടയിൽ പോയി മേടിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് 10-12 രൂപ കൊടുക്കണം. 10 രൂപ. ഇപ്പൊ ഇത് നിങ്ങൾ 6 രൂപ കൊടുക്കും. ഇവിടെ വില കുറച്ച് കിടക്കാൻ കഴിയുന്ന ഒരു വലിയ ഡെക്കറേറ്റ് ചെയ്യുന്ന കമ്പനിയുണ്ട്, ഇന്റീരിയർ ഡെക്കറേഷൻ ചെയ്യുന്ന കമ്പനികളുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇതിന്റെ കട്ട് പീസിൽ 6 ടൺ 5 ടൺ ഒക്കെ ഒന്നിച്ച് വിലയിട്ട് മേടിക്കുന്നത്. ഒന്നിച്ച് വിലയിട്ട് മേടിച്ചിട്ട് ഇവിടെ കൊണ്ട് നമ്മൾ പണി ചെയ്യുന്നത്. അതായത് ഉപയോഗിക്കാത്ത കട്ട് പീസുകൾ, പുതിയ പീസുകൾ, കംപ്ലീറ്റ് പുതിയത് തന്നെ. ഫുൾ ഷീറ്റ് മേടിക്കുമ്പോ 8-4 ഷീറ്റിന് 6000-7000 രൂപ വരും. അപ്പൊ അതിന്റെ പകുതി വിലക്ക് നമുക്ക് കിട്ടും. അതായത് ഉപയോഗിക്കാത്ത പീസ് കൊടുത്തിട്ട് ഇവിടെ യുപിക്കാരി നിന്ന് പണിയുന്നു. അതല്ല, നമ്മളിവിടുത്തെ ആരും വളർത്താനാവൂല. ഡിസൈൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് പണിയും. ഇതിന്റെ ഇതും ഈ ഫർണിച്ചർ ബന്ധപ്പെട്ട് ഒരുവിധം എല്ലാ ഐറ്റം ഉണ്ടായിരുന്നു. ടേബിളാണോ? അത് ടേബിൾ. ഇത് പണി പൂർത്തീകരിച്ചില്ല. ഇതൊക്കെ പുതിയതായി പുതിയതന്നെ എല്ലാം സിക്കർ ചെയ്യാനുണ്ടോ? ഇത് ഇന്നലെ ഒരു ലോഡ് എല്ലാ ഐറ്റം നിങ്ങൾ പറയുന്ന ആരും ഓർഡർ ചെയ്യുന്ന എല്ലാ ഐറ്റം ഓർഡർ അനുസരിച്ച് എന്ത് പറഞ്ഞാലും. ഈ ടേബിളൊക്കെ ഏകദേശം ഒരു 5,000 രൂപ കൊടുക്കുന്നു. 5,000 രൂപ ഉള്ളൂ അല്ലേ? നല്ല സൂപ്പർ സാധനം. പിന്നെ ഒരു സംശയം, ഇത് നനഞ്ഞാ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, വെള്ളത്തിലിട്ട് ഉപയോഗിക്കാം. ഇത് ചതലെടുക്കൂല, നനയൂല, കത്തൂല. അത്രയും ഗ്യാരണ്ടി. ഞാൻ പറഞ്ഞ ഗ്യാരണ്ടില്ല, കമ്പനി ഗ്യാരണ്ടിയാ. മക്കളെ തലമുറ ഒരു കിടക്കും. അതായത് ഒരു പ്ലാസ്റ്റിക് രീതിയാണ്. അതെ, കെമിക്കൽ സംഭവമുണ്ട്. ഒരു കാരണവശാലും ചതലെടുക്കും, നശിഞ്ഞു പോകില്ല. അത്രയും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. തുണിക്കടയിൽ ഒരാൾ ഓർഡർ ആണ് 2 അലമാരുണ്ടാക്കാൻ. ഓപ്പൺ ടൈപ്പ് അലമാരുണ്ടാക്കാൻ. നിങ്ങൾ കടകളിൽ പോയി അളവെടുത്തിട്ട് ഉണ്ടാക്കി കൊടുക്കും. കടയിൽ പോയിട്ട് റാക്കോ സ്റ്റാൻഡോ പൈസ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ പോയി നമ്മൾ അളവെടുത്തിട്ട് ഇവിടെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. കടയിലേക്ക് എന്താ ആവശ്യമുണ്ടോ അതെല്ലാം ഉണ്ടാക്കിയത്. അത് അവിടെ പോയി അളവെടുത്തിട്ട് പണിക്കാരെ വെച്ച് സാധനം സെറ്റ് ചെയ്ത് കൊടുക്കും. ഡിസൈൻ ചെയ്യുന്ന പണിക്കാരൻ നമ്മളെ ആശ വിജയ്. UP-കാരനായതുകൊണ്ട് നമുക്ക് എല്ലാ വർക്കും അറിയാം. കടയിൽ ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ ബേക്കറി കീച്ചേരിപ്പടിക്ക പ്ലെയിൻ ബേക്കറി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത ദിവസം ഈ ഒരു മാസമായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് രണ്ടുപേരുണ്ട്. ഇത് ഞായറാഴ്ച ചെയ്തിട്ടുണ്ട്. ഒരാൾ വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക മോഡൽ കൊടുക്കണ്ടാക്കി ബാക്ക് തുറന്നെടുക്കുക. ഈ സ്ക്രൂ അയച്ചിട്ട് കാശെടുക്കുക, വീണ്ടും മുറുക്കുക. നമ്മള് പൊട്ടിച്ച് കളയല്ലേ, ഇതാകുമ്പോ നമ്മളെ ആഴ്ച കാലോടെ കിടന്നോളൂ. അതേക്കെ പൊട്ടു ഇട്ടാലും പൊട്ടൂല. ഇതൊക്കെ ഈ പീസുകളായിട്ട് ആശാരിമാര് വന്ന് ഇതിന്റെ പീസ് മേടിച്ചു പണിയാൻ വേണ്ടി ഇങ്ങനെ പീസായിട്ട് കൊടുക്കും. തൂക്കി കൊടുക്കും, സ്ക്വയർ ഫീറ്റ് കൊടുക്കും. അങ്ങനെ മോഡലാണ് ആൾക്കാർ ചോദിക്കുന്ന രീതിയിലാണ് കൊടുക്കുവാണ്. എന്തോരം നാളെ ഇരുന്നാലും കേടാവില്ല. ഇനിയിപ്പോ മഴ അറിഞ്ഞാലും കുഴപ്പമില്ല. മഴ പുറത്ത് ഫുള്ള് കിടക്കാൻ ഇവിടെയൊക്കെ അങ്ങനെ ലോഡ് കണക്കിന് സാധനം കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ചെറിയ പീസുകളോ അല്ല വലിയ പീസുകളോ വരെ എണ്ണത്തിനാണെങ്കിൽ സ്ക്വയർ ഫീറ്റിലാണെങ്കിൽ കൊടുക്കുന്നുണ്ട്. ഒരു സാധനം നശിഞ്ഞു പോകില്ല. അതാണ് നമ്മൾ ഏറ്റവും വലിയ ഗ്യാരണ്ടി. ഇത് 1700 രൂപ. 1700 രൂപ. ഇതിപ്പോ പണി കഴിച്ചിട്ടാണ് ക്ലീനിങ് ഉണ്ടല്ലോ. ക്ലീൻ ചെയ്തോ. പിന്നെ കമ്പ്യൂട്ടർ ടേബിൾ എല്ലാ സൈസും ഉണ്ട്. 3 അടി ഉണ്ട്, 5 അടി ഉണ്ട്, 2.5 അടി ഉണ്ട്. എല്ലാം പാർട്ടി ആര് പറഞ്ഞു അവർക്ക് പറ്റിയ പറയുന്ന രീതിയിൽ എല്ലാം നിർമ്മിച്ചു കൊടുക്കും. സ്റ്റോക്ക് ഇല്ലെങ്കിൽ അപ്പൊ തന്നെ നിർമ്മിച്ചു കൊടുക്കും. 2 ദിവസത്തിനുള്ളിൽ കൊടുക്കും. പിള്ളേർക്ക് പറ്റിയ സ്റ്റഡി ടേബിൾ എല്ലാ സൈസും ഉണ്ട് കേട്ടോ. ചെറുതും വലുതൊക്കെ പല മോഡലുണ്ട്. ഈ സാധനമൊക്കെ ഹോൾസെയിലായിട്ട് വേണ്ടവർക്ക് ഹോൾസെയിലായിട്ടും കൊടുക്കും, റിറ്റെയിൽ ആയിട്ടും കൊടുക്കും കേട്ടോ. നമ്മൾ ഏത് രീതിയിൽ ഓർഡർ കൊടുക്കുന്ന അതേ രീതിയിൽ ഇവരെ നിർമ്മിച്ചു കൊടുക്കും. ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴ കീച്ചേരിപ്പടിയിലെ യൂക്കോ ബാങ്കിന്റെ തൊട്ടടുത്ത്. അപ്പൊ ഇതിന്റെ ബന്ധപ്പെടാനുള്ള നമ്പർ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.